എറണാകുളത്ത് സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസറിൽ നിന്നും പണം തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക്. അറസ്റ്റിലായ സ്പാ ജീവനക്കാരി രമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കേസിൽ പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബൈജു ഒളിവിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കേസിലെ മുഖ്യപ്രതി രമ്യയെ പിടികൂടാൻ കഴിഞ്ഞു, പക്ഷേ SI ബൈജു ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടും പോലീസിലെ ആളുകൾ തന്നെ ഈ പ്രതിയെ ബൈജുവിനെ സംരക്ഷിക്കുകയാണോ? കാരണം ബൈജു പിടിയിലായാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസുകാരുടെ പങ്ക് പുറത്തു വരുമോ ഡാനി? പോലീസ് സംരക്ഷിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും ബൈജു ഒളിവിലാണ്. ഇതുവരെയും അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം തുടരുന്നു എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം പല ഭാഗങ്ങളും നടത്തുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ പലർക്കും പങ്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കാരണം ഈ രമ്യ നൽകിയ മൊഴിയിൽ നേരത്തെയും ഒരു സമാനമായ ഒരു പരാതിയുടെ ഒരു പശ്ചാത്തലം ആവർത്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവിടേക്ക് വരുന്നവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുക, വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുക, ആ വിവരങ്ങൾ ഇവരുടെ ഒരു ശൃംഖല അവർക്ക് കൈമാറുക എന്നതാണ്. അതായത് ഈ പല പോലീസുകാർക്കും ഇതിൽ പരിചയമുള്ളവരായിട്ടുണ്ട്. ഇവരുമായി നടത്തിപ്പുകാരുമായി പരിചയമുണ്ട്. നേരത്തെ അറസ്റ്റിലായ ഷിഹാവുമായും പരിചയമുണ്ട്. അപ്പോൾ ഇവരുടെ വ്യക്തിഗത വിവരങ്ങൾ ലഭ്യമാക്കുകയും പിന്നീട് അവരെ വിളിച്ചുകൊണ്ട് ഈ പല പരാതികളും ഈ സ്പായിൽ വന്നിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് പരാതി വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, പരാതിക്കാരിയെ നേരിട്ട് കാണുന്നുണ്ടോ, പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് സ്റ്റേഷന് പുറത്ത് അത്തരം പരാതികൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതി ഇവർ ചെയ്തിരുന്നതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ പോലീസിന് ഇവരുടെ മൊഴികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോലീസിന് പോകണം. അതിൽ ബൈജുവിനെ അടക്കം ഇനി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കേസിൽ 1-ാം പ്രതിയാണ് ബൈജു. നിലവിൽ ഇയാളെക്കുറിച്ച് വിവരങ്ങളില്ല. പോലീസ് സസ്പെൻഷൻ വന്ന ഉടൻ തന്നെ ഇയാൾ മൊബൈൽ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു എന്നാണ് ലഭ്യമാവുന്നത്. ഏതായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കി. കാരണം പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, നേരത്തെയും കൊച്ചിയിലെ ഈ സ്പാ സെൻ്ററുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പോലീസുകാർക്കെതിരെ നടപടി അടക്കം എടുത്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലർക്കും തന്നെ പോലീസുകാർക്ക് അവരുടെ ഒരു സ്റ്റേഷൻ ലിമിറ്റിൽ വരുന്ന കേന്ദ്രങ്ങളിൽ അതാണ് പെട്ടിക്കട നടത്തുന്ന ആളുകൾക്കെതിരെ പോലും അല്ലെങ്കിൽ പെട്ടിക്കടകളിൽ പോലും സ്ഥിരമായി പോലീസിന്റെ പരിശോധന ഉണ്ടാകും. പക്ഷേ അനധികൃതമായി കൊച്ചി നഗരത്തിൽ 100 കണക്കിന് സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ഒരു പരിശോധനയുമില്ല, ഒരു നടപടിയുമില്ല. അവിടെ എന്തൊക്കെ വൃത്തികേട് കാട്ടിയാലും അവരെയൊക്കെ സംരക്ഷിക്കാൻ പോലീസ് ഉന്നതർ തന്നെയുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഒരു സ്പാ സെന്ററുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു പോലീസുകാരൻ പ്രതിയാകപ്പെടുന്നു, സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ ഓരോ സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ചും പരിശോധന ആവശ്യമല്ലേ? അങ്ങനെയെങ്കിൽ ഈ കൊച്ചി നഗരത്തിൽ എങ്ങനെയാണ് ഇത്ര അധികം സ്പാ സെന്ററുകൾ തഴച്ചു വളർന്നത്? ആരാണ് ഇവർക്ക് തണലൊരുക്കുന്നത്? ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഒരു അന്വേഷണം ആവശ്യമല്ലേ ഡാനി? പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൃത്യമായിട്ട് ഈ മറ്റനാശാസ്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാത്ത രീതിയിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളും കൊച്ചിയിലുണ്ട്, മറ്റിടങ്ങളിലുമെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് പോലെ. പക്ഷേ ഇതിനെല്ലാം മറയാക്കിക്കൊണ്ട് മറ്റു പല കച്ചവടങ്ങളും ഇതിലൂടെ കടന്നു വരുന്നു. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവർ കച്ചവടം ചെയ്യുന്നവരെല്ലാം ഈ ശൃംഖലയുടെ ഭാഗമാകുന്നു എന്നതെല്ലാം തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പോലീസ് ഇതെല്ലാം ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായൊരു കണക്കെടുപ്പിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇതിൻ്റെ ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ട്, കൃത്യം മാനുവൽ പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ സ്പാ സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറ്റകൃത്യങ്ങളുടെ സാഹചര്യമുണ്ടോ, മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ഇവരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നതടക്കം. അപ്പോൾ ഇതെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. അതുമാത്രവുമല്ല, സിറ്റി പോലീസ് കമ്മീഷണറും ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ
പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ കർശന നടപടികളിലേക്ക് നീങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അത്തരം വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നേരത്തെയും അത്തരം ഉയർന്ന ആരോപണങ്ങളെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കേസും അതിൻ്റെ തുടർ നടപടികളും. അതുകൊണ്ട് ആ പോലീസ് സേനയ്ക്ക് ആകെ കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ സ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസുകാരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. കാരണം അത്രയധികം സ്പാ സെൻ്ററുകൾ കൊച്ചി നഗരത്തിൽ മാത്രം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. പല പോലീസ് ഉന്നതർക്കും അതിൽ പങ്കുണ്ടോ എന്ന് വിശദമായി തന്നെ പരിശോധിക്കണം.